ഗോകുലം മെഡിക്കൽ കോളേജിൽ പോയി മൃതദേഹം കണ്ടിട്ടാണ് തിരിച്ചു വരുന്നത്. അമ്മയുടെ വളരെ ക്രിട്ടിക്കലാണ്. അതെ അതെ, ഗോകുലത്തിലാണുള്ളത്. അതെ, തലയ്ക്കാണ്, എല്ലാവർക്കും തലയ്ക്കാണ്. അവിടെ ഇപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട കുറച്ച് ബന്ധുക്കൾ ഇപ്പം ഗോകുലം മെഡിക്കൽ കോളേജിലുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല. അതാണ് എൻ്റെ അവസ്ഥ. എല്ലാവരും ഉണ്ട്. എന്തോ ഇല്ല, ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. ഇവിടെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ അവരെ ബന്ധുക്കളൊക്കെ, അത്യാവശ്യം ബന്ധുക്കളെല്ലാം ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിലുണ്ട്. ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ആരെയും നമുക്കവിടെ കാണാൻ കഴിയില്ല, ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അതാണ് ഇപ്പം നമുക്കൊരു സംശയം വന്നിട്ടുണ്ട്. അതിപ്പോൾ ഒരു അരമണിക്കൂറിനകത്ത് അറിയാൻ പറ്റും. അത് പറയുന്നത് അറിയില്ലല്ലോ. അതിനെക്കുറിച്ചൊരു ധാരണയില്ല. അത് ഈ പറയുന്ന പയ്യന്റെ ബന്ധുക്കളാണ്. ചേട്ടത്തിയുമാണ്. മറ്റത് ബാപ്പയുടെ ഉമ്മ. ബാപ്പുമ്മ. അത് 85 വയസ്സോളം വരുന്ന. അടുത്ത മക്കളുണ്ട്. അവരാരെ വീട്ടിൽ പോയി നിൽക്കില്ല. ഇവിടെ ചടങ്ങ് വന്നാലും ആ ചടങ്ങ് കഴിയും തിരിച്ചു പോകും. ആരെ വീട്ടിൽ നിൽക്കില്ല. എൻ്റെ പേര് ബിനു എസ് നായർ. എന്താണ് ശരിക്കും സംഭവം എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്? സംഭവം ഈ മരണ വാർത്ത, ഈ കൊലപാതക വാർത്ത അറിഞ്ഞാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തുന്നത്. പൊതുപ്രവർത്തകരായി ഞങ്ങളൊക്കെ ഇവിടെ എത്തുന്നത് അങ്ങനെയാണ്. ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് തന്നെ ഈ ബോഡിയും അതുപോലെ തന്നെ വലിയ സീരിയസ് ആയിട്ടുള്ള ഈ ഇവൻ്റെ ഉമ്മയെയും ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. ഞങ്ങൾ അപ്പോൾ തന്നെ ഗോകുലം മെഡിക്കൽ കോളേജിലെത്തി. ഗോകുലം മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷം നമ്മൾ ഈ മൃതദേഹം രണ്ടുപേരുടെയും കണ്ടു. പെൺകുട്ടിയുടെ നെറ്റിയിലാണ് മാരകമായ ഒരു മുറിവ്, വലിയ ഹോളാണ്. അത് വല്ല ചുറ്റുകല്ല് കൊണ്ടടിക്കുകയോ അല്ലെങ്കിൽ ഗണ്ണുപയോഗിക്കുകയോ ചെയ്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ആ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ മാരകമായ പരിക്കാണ് ഈ മരണപ്പെട്ട അനിയൻ പയ്യനും സംഭവിച്ചിട്ടുള്ളത്. ഉമ്മയുടെ സ്ഥിതി വളരെ ക്രിട്ടിക്കലാണ്. വളരെ ഡോക്ടർ ബ്രെയിൻ ഡാമേജ് ഉണ്ട്. എല്ലാം തലയ്ക്കാണ്. എല്ലാവർക്കും തലയ്ക്കാണ് ഈ പരിക്ക് പറ്റിയിരിക്കുന്നത്. ഈ ലത്തീഫ് എന്ന് പറയുന്ന വലിയപ്പായ അദ്ദേഹത്തിനെ വെട്ടി ഈ സോഫയിൽ ഇരിക്കുന്ന പൊസിഷനിലാണ്. അപ്പം പോയിട്ട് ഒന്നാണ്. അപ്പോൾ അത് അപ്പോഴേ തന്നെ മരണപ്പെട്ട് കാണും. പിന്നെ ഇതിന്റെ ഗൗരവം എന്ന് പറയുന്നത് ഏകദേശം 1 മണിക്കൂറോളം സമയമെടുത്ത് വേണം അടുത്തടുത്ത സ്ഥലങ്ങളിൽ നിന്ന് വരാൻ. മേലേപ്പം അങ്ങോട്ട് നിന്ന് 16 അങ്ങനെയുള്ളൊരു സ്ഥലം വളരെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കൊലപാതകമാണ്. അടുത്ത പരിചയമുള്ള ആളാണോ? ഇല്ല, ഈ പയ്യൻ അങ്ങനെ ആരുമായി അങ്ങനെ വലിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു പയ്യനല്ല. കുടുംബമൊക്കെ നല്ല കുടുംബം. വേറെ ആർക്കും ഒരു പരാതിയും ഇതൊന്നും ഉണ്ടായിരുന്ന ഒരു കുടുംബമല്ല. അവരെ കുറിച്ച് ചെറിയ അസുഖമുണ്ട്. ഇവർക്ക് എന്തെങ്കിലും മറ്റു പ്രശ്നം, ക്യാൻസർ ഒന്നുമില്ല. സംശയം ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് കണക്ടിങ് ആണ് എന്നുള്ളതാണ് നമ്മളെ അറിയില്ല. അതാണ് നമുക്കൊരു സൂചന, തൊട്ടടുത്തുള്ളൊരു സൂചനയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ കണ്ട് ഇങ്ങനെ ഡോക്ടർ എന്നെ വിളിച്ച് കാണിച്ചു. എനിക്കത് ഡോക്ടറെ വിളിക്കാൻ കാരണം തന്നെ ഈ ആ ഹോസ്പിറ്റലിൽ ജോലിയുള്ള ഒരാൾ എന്നോട് സംശയം പറഞ്ഞു. നമുക്കുമായി ബന്ധപ്പെട്ട ഒരു വീട്ടിലൊരു കുട്ടിയാണ് എന്ന് സംശയം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കയറി ആ ബോഡി കാണുന്നത്. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പോൾ അവരിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പറെ, ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന സ്ഥലത്തുള്ള ഒരു കുട്ടിയായിരുന്നു എന്നാണ് എൻ്റെ ധാരണ. അവരിപ്പോൾ മാറി താമസിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ ഇപ്പോൾ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ പോയി ഒന്നൊരു അന്വേഷണം നടത്തി. ആ കുട്ടി 2-3 ദിവസം മുമ്പ് ആ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടോ, അവിടെ ഉണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റുമല്ലോ. അതിനുവേണ്ടി ആരും വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മളിത് കൊടുത്തിട്ടുണ്ട്. ആദ്യം പാങ്ങോടാവാനാണ് സാധ്യത. പോലീസിൽ പോയി മൊഴി കൊടുക്കുന്നവരെ ഇത് അവർക്കറിയില്ല. ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തത് 3 പേരെ ഇവിടെ നിന്നിട്ടുണ്ട്. അവനും വിഷം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞത് ഞാനിങ്ങനെ 3 പേരെ അല്ലാതെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് അത് വിശ്വസിച്ചില്ല. കാര്യം ഇതൊരു ഈ സമയത്ത് പറയുന്ന ഒരു മെൻ്റലി ഡിസോർഡറാണ് എന്നൊരു ധാരണയിലാണ് അങ്ങനെ പറഞ്ഞു. പക്ഷേ അവരത് വെരിഫൈ ചെയ്തപ്പോൾ അവരവിടെ മരിച്ചു കിടപ്പുണ്ട്. അവിടെ പ്രാദേശികവാസികളെ ധരിച്ചത് വീണ് എന്തോ സംഭവിച്ചതാണ്. വേറെ തലയ്ക്ക് നല്ല ഡാമേജ് ഉണ്ടായിരുന്നു. അവർ വാപ്പയുടെ ഉമ്മയാണ്, നല്ല പ്രായമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ലത്തീഫ് എന്ന് പറയുന്ന അവൻ്റെ വലിയമായി അവൻ പോലീസിനോടും പറഞ്ഞിരിക്കുന്ന 6 പേരെ കൊന്നു എന്നാണ് പോലീസിനോട്. അല്ലല്ല, നമുക്ക് ഒരു ധാരണയും നമുക്കില്ല. ഒന്നുമില്ല. അവന് അനിയന് 13 വയസ്സേ ഉള്ളൂ. സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ ഇതിനൊരു സാഹചര്യം ഇല്ലല്ലോ. എത്ര സാമ്പത്തികമായിരുന്നാലും
അത് ആത്മഹത്യയല്ലേ, കൊലപാതകത്തിന് സാധ്യതയില്ലല്ലോ. സ്വയബോധത്തിൽ ചെയ്യാൻ കഴിയും. കാരണം ഇത്രയും ദൂരം യാത്ര ജനപ്രതിനിധികളാണല്ലോ, പോലീസുമായിട്ട് സംസാരിച്ചു. അപ്പോൾ പോലീസ് അവിടെ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്ന വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് മാധ്യമങ്ങളോ മറ്റു ആളുകളോ ബന്ധപ്പെട്ടാൽ ഇപ്പം കൃത്യമായ വിവരം കിട്ടാതെ ആർക്കും ഇത് കൊടുക്കണ്ട എന്നാണ് പോലീസ് താഴെ കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞത് 6 പേര് മരണപ്പെട്ടു എന്നാണ്. ഞങ്ങളവിടെ ഗോകുലത്തിൽ ചെല്ലുമ്പോഴാണ് അവിടെ 2 പേരെ മരിച്ചിട്ടുള്ളൂ, ഒരാൾ ക്രിട്ടിക്കലാണ്. ചുള്ളാളത്തെ അടക്കം ബോഡി എല്ലാം ഗോകുലത്തിലേക്ക് കൊണ്ടുവന്നു. ഇല്ല അവിടെ കൊണ്ടുവന്നിട്ടില്ല. മൃതദേഹം 3 ഒരാളുടെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആളും 2 മൃതദേഹവും ഈ വരവഞ്ഞാട് ഗോകുലം മെഡിക്കൽ കോളേജാണ്. മറ്റേത് നെടുമങ്ങാടുമായി ബന്ധപ്പെട്ട് എവിടെയാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതെ ഈ വീട്ടിൽ എത്ര മണിയോടുകൂടിയാണ് കൃത്യം നടന്നിട്ടുള്ളതെന്നാണ് 6 മണിക്കാണ് പുറത്തറിയുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നത് വരെ ആർക്കും അറിയില്ല. പോലീസും ഫയർഫോഴ്സും വന്നപ്പോഴാണ് അറിയുന്നത്. കാര്യം ഗ്യാസ് തുറന്നു വിട്ടിരുന്നു. അങ്ങനെ ഫയർഫോഴ്സ് കണ്ടു അതിനുശേഷം 6 മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട്. സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അനുജൻ. അറിയില്ല. റോഡിലുണ്ടായിരുന്നു. 4 മണിക്ക് റോഡിലുണ്ടായിരുന്നു. പുറത്ത് കണ്ടവരുണ്ട്. അവന് 13 വയസ്സേ ഉള്ളൂ. ഉമ്മാക്കും 50 വയസ്സ് അടുപ്പിച്ചേ ഉള്ളൂ. വാപ്പാടെ ഉമ്മാക്കാണ് അല്പം പ്രായമുള്ളത്. 70-75 വയസ്സിന് മുകളിലുണ്ട്. ചെറിയൊരു സൂചന, അതൊരു സംശയമാണ്. നമ്മുടെ ഒരു പക്ഷേ വെഞ്ഞാറോടാണെങ്കിൽ അവരാരും വന്നിട്ടില്ല ആയതുകൊണ്ടാണ് അത് കറക്റ്റായി അറിഞ്ഞതിന് ശേഷം നമുക്ക് വിവരണം തരാമെന്ന് ഉദ്ദേശിക്കുന്നത്. ശബ്ദം കേൾക്കും അങ്ങനെ എന്തോ പറഞ്ഞോ? അതാണ് ഒരു ആവശ്യം. പോലീസ് വരുന്നവരെ ഇവിടെ പരിസരവാസികളാരും അത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. പോലീസിന് മൊഴി കൊടുത്തതിന് ശേഷമാണ് ഇതറിയുന്നത്. നാട്ടുകാർ പോലീസ് വന്ന് ഇത് അവനും വിഷം കഴിച്ചിരുന്നു. അപ്പം ഞാൻ 3 പേരെന്നാണ് പോലീസ് ധരിച്ചത്. 2 പേര് പിന്നീട് ഒരാളുടെ വന്ന് ധരിച്ചു. പക്ഷേ പിന്നീടാണ് അറിയുന്നത് അവൻ പറഞ്ഞു ഞാൻ 3 പേരെ കൂടി കൊന്നിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് ഈ മെന്റലി ഡിസോർഡർ ആയതുകൊണ്ട് പറയുന്നതാണെന്ന് ധരിച്ചു. പക്ഷേ അവിടെ അത് വെരിഫൈ ചെയ്യുമ്പോൾ വാപ്പാടമ്മ മരിച്ചു കിടക്കുന്നു. അവരെ അയൽവാസികൾ ധരിച്ചത് എന്തോ വീണ് പരിക്ക് പറ്റിയെന്നാണ്. പിന്നെയാണ് ഇവൻ പറയുന്നത് ഈ വലിയാപ്പൻ തന്നെ സോഫയിൽ ഇങ്ങനെ വെട്ടുകൊണ്ട് ഇരിക്കുക. അപ്പോൾ പോയി കണ്ടതാണ്. അതാണ് സ്റ്റേഷനിൽ മെഡിക്കൽ കോളേജിലുള്ളവർ മാരകമായി പരിക്ക് പറ്റും. നെറ്റിയിൽ 3 തുള ഒരു അതിൻ്റെ ഇതുണ്ട്. അത് ഒരു ഷൂട്ട് ചെയ്താലേ ഇങ്ങനെ ഒരു ഹോള് വരത്തുള്ളൂ. ചിറ്റിലടിച്ചാൽ ഇങ്ങനെ ഹോള് വരത്തില്ല. പക്ഷേ നല്ല രീതിയിൽ മാരകമായി വരും. ഈ കുട്ടിയെയും കൊണ്ട് അവിടെ പോയി ഇപ്പം മനസ്സിലാക്കുന്നിടത്തോളം ഈ മരണപ്പെട്ട ലത്തീഫിന്റെ ബന്ധുക്കൾ പറഞ്ഞത് അവിടെ പരിസരത്ത് പോയി കുട്ടിയെ കൊണ്ടുപോയി അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ പൈസയും ഒക്കെ ചോദിച്ചു എന്നും മനസ്സിലാക്കും. അവരെപ്പോഴും ഇവിടെ സഹകരിക്കുന്ന ആൾക്കാരാണ്. അല്ല അത് ആവാൻ സാധ്യത പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു സ്വയബോധത്തിൽ കൂടുതലാണ്. സ്വയബോധത്തിൽ ചെയ്യാൻ കഴിയില്ല. കാര്യം 16 കിലോമീറ്റർ യാത്ര ചെയ്ത് 5 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരാളെ കൊല്ലുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 5 കിലോമീറ്റർ വന്ന് അടുത്തത്. അത് കഴിഞ്ഞ് ഈ 12 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്ന് മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ അതൊരു തീരുമാനിച്ചുറച്ച് ചെയ്തായിരിക്കാമെന്നാണ് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഈ കൊലം നടക്കത്തില്ലല്ലോ. ഇവിടെ വന്നു അത് ആവർത്തിച്ചു. എന്തായാലും എൻ്റെ പേര് ഷാനവാസ് ആനക്കുഴി. ഞാൻ DCC വൈസ് പ്രസിഡന്റ്. അടുത്താണ് താമസിക്കുന്നത്.